ഇതിവിടെ ഇങ്ങനെ എയർ ലെയർ ചെയ്യാണ്. അതായത് ഇതിങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇനി ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുണ്ടോ, ചാണകപ്പൊടിയും കൊക്കോഫിറ്റും കൂടി മിക്സാക്കി കുറച്ച് വെള്ളം ഇതാക്കിയിട്ട് ഉള്ള ഇതായത് ഇങ്ങനെ ഇങ്ങനെ കുഴയണം കണ്ടാ. ഇങ്ങനെ കുഴയുന്ന രൂപത്തിൽ ഇതെടുക്കുക. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഇത് നിറച്ച് വെക്കുക. ഇങ്ങനെ ഇങ്ങനെ നിറച്ച് വെക്കുക. നിറച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അവിടെ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ തൊലി നീക്കാം. ഇത് 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഇത് കണ്ടോ, പൂർണ്ണമായിട്ടും തൊലി കളയണം. ആ പച്ച നിറം പോകണം, ഇല്ലെങ്കിൽ അവിടെ റൂട്ട് വരില്ല, അത് മുറി കൂടി പോവുകയുള്ളൂ. പൂർണ്ണമായും കളയണം. അത് റൗണ്ടിൽ കളയണം, റൗണ്ടിൽ പോക്കണം. അവിടെ തൊടാൻ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ നശിച്ചു കേട് വന്നു. റൗണ്ടിൽ പോയി എന്നുള്ള ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഈ സാധനം ഇതെടുക്കുക, നമ്മൾ നിറച്ച് വെച്ച് ഇതെടുക്കുക. ഇതിനിവിടെ ഒരു കട്ട് കൊടുക്കുക ഇങ്ങനെ. എന്നിട്ട് ഇതിവിടെ വെക്കുക. ഇങ്ങനെ മൂടത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് മടക്കുക. ഒരു ചരടെടുത്ത് കെട്ടുക. കെട്ടുന്ന ടൈറ്റ് കെട്ടണം. കെട്ടുന്ന ടൈറ്റ് കെട്ടണം. ഓക്കെ, ഉണ്ട്. അതേപോലെ ചെയ്താണ് ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ അങ്ങനെ ചെയ്താണ്. നമ്മൾ കമ്പ് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ വേര് പിടിക്കൂല പെട്ടെന്ന്. ഇതാകുമ്പോൾ പിന്നെ ഉറപ്പായിട്ടും വേര് വരികയും ചെയ്യും, നല്ലൊരു ചെടിയായി മാറുകയും ചെയ്യും. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ട കൊമ്പുകളാണ്. അതാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പം നഷ്ടപ്പെടാണ്ട്, ഇത് വില കൂടിയ ചെടിയാണ്, ഹൈബ്രിഡാണ്. നഷ്ടപ്പെടാണ്ട് നമുക്ക് ചെടി വേറെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ.